ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നേക്കാണ്. ജസ്റ്റ് പുറത്തേക്ക് വന്നല്ല, നാളെ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഇത്തവണ നമുക്കൊരു സ്റ്റേക്കേഷൻ എടുത്തിട്ട് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഡാനിയുടെ ഫസ്റ്റ് സ്റ്റേക്കേഷനും കൂടിയാണ്. സോ ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പം ഞങ്ങളിതവിടെ ഒരു നൂൽപ്പാലമുണ്ട് അതിരപ്പള്ളിയുടെ അടുത്ത്, തൂക്കുപാലം അവിടേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച അവിടെ പോകാനുള്ള ടിക്കറ്റ് കൗണ്ടർ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നതാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. പക്ഷേ അത് നമ്മൾ ജസ്റ്റ് ഈ വഴിക്ക് തന്നെയാണോ തിരിച്ചു വരാമെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കടന്നപ്പോഴാണ് നല്ല രസമുള്ള വ്യൂ. ചുറ്റും പാം ട്രീസൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡ്. പാം ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടാകുന്ന ട്രീസ്. നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂ കാണാൻ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴാറ്റുമുഖം തുമ്പൂർ മൊഴി തൂക്കുപാലത്തിലാണ്. എഡ്വിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. ടിക്കറ്റിന് 70 രൂപയാണ് ആയെന്ന് തോന്നുന്നു, പാർക്കിംഗ് പ്ലസ് ടിക്കറ്റ്. അങ്ങനെ നമ്മളിത് കാറൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മളിത് തൂക്കുപാലത്തിൽ കയറി. നമ്മുടെ ഡാനിക്കുട്ടൻ്റെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഇത്തിരി വാശിയെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോണത് നമ്മുടെ ചാലക്കുടി പുഴയാണ്. ഈ വ്യൂ ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അറ്റം മുട്ടിയപ്പോഴാണ് മനസ്സിലായത് നമുക്കിനി പാർക്കിലോട്ട് കിടക്കാൻ പറ്റില്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന എൻട്രൻസ് പുഴയുടെ ഇപ്പുറത്തായിരുന്നു. അതിരപ്പള്ളി റൂട്ടിലത്തെ എൻട്രൻസ് നിന്ന് കടക്കുമായിരുന്നെങ്കിൽ നമുക്ക് രണ്ടും കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അധികം ആൾക്കാരില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഡാനിയുടെ മൂടൊക്കെ ശരിയായി. അവൻ വെള്ളം ഒഴുകണ സൗണ്ടും വെള്ളമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ ഇപ്പോൾ അവനെ നോക്കാൻ. അപ്പോൾ എഡ്വിൻ ഡാനിനെ നോക്കുമ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡാനിനെ വാങ്ങി, പിന്നെ എഡ്വിൻ പോയി കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മളിത് റൂമിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് കുറേ പശുക്കളും കുരങ്ങന്മാരും ഒക്കെ വഴിയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ബുക്ക് ചെയ്ത നമ്മുടെ റിസോർട്ടിലെത്തി. ഇത് ആക്ച്വലി ഒരു റിവർ വ്യൂ റിസോർട്ടാണ് കേട്ടോ. ഞാനിത് ബുക്ക് ചെയ്തത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനിൽ നോക്കിയിരുന്നപ്പോൾ റിസോർട്ടിൻ്റെ പേര് നിങ്ങൾ കണ്ടില്ലേ, ദി എൻകറേജ് എന്നാണ് പേര്. ഓൺലൈനിൽ നോക്കിയപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ ഓഫർ ഉണ്ടായിരുന്നു. ഗോയ്ബബോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. പ്രീമിയം റിവർ വ്യൂ റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4000 അടുത്തായിരുന്നു നമുക്ക് റൂമിന് വന്നിരുന്നത്. അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ദിവസത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഡിന്നർ നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ നോക്കിയതിൽ വെച്ചിട്ട് ഫുഡിന് ഇത്ര റേറ്റ് കൂടുതലായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇത്ര റേറ്റ് കൂടുതലായിരുന്നു. പക്ഷെ നമുക്കിപ്പം ഡാനി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് പ്രിഫർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കഴിച്ചു. ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അവനെയും കൊണ്ട് ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ. റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ഒരു റിവർ ഉണ്ടായിരുന്നു. ആ റിവറിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടേക്ക് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇവർക്ക് പ്രൈവറ്റായിട്ട് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് റിവറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രഷ് വാട്ടറായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള റിവറിലൊക്കെ പോയിട്ട് കളിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഈ കളിക്കുന്ന സമയം എഡ്വിൻ ഡാനിനെയും പിടിച്ചിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് അവൻ്റെ കാല് വെള്ളത്തിൽ മുട്ടിച്ച് നോക്കി. പക്ഷേ നല്ല തണുപ്പല്ലേ, അവന് അത്രയ്ക്കും കൂടി ഇഷ്ടമായില്ല. അവൻ ഒന്ന് കരഞ്ഞു. പിന്നെ വേഗം റെഡിയായി. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചാറി തുടങ്ങി. അപ്പോൾ നമ്മൾ പൂളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി സ്വിമ്മിങ് അറിയില്ല. എഡ്വിന് ചെറുപ്പം മുതലേ സ്വിമ്മിങ് അറിയാം. എഡ്വിൻ്റെ വീടിൻ്റെ അടുത്ത് കുളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഡ്വിൻ നീന്തലൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതാണ്. പക്ഷേ എനിക്കറിയില്ല, നമുക്കങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഡാനിനെയും പിടിച്ച് എൽവിനുള്ളതൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിക്കും, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അങ്ങനെ എൽവിൻ നന്നായി കൂടുതലൊക്കെ എൻജോയ് ചെയ്തു. എനിക്ക് പിന്നെ എൽവിൻ ഇറങ്ങി പറഞ്ഞിത്തിരി ആളുണ്ട്, ഇനി വേണമെങ്കിൽ ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ റിവറിൽ ഇറങ്ങിയിട്ട് കുറച്ചൊക്കെ നനഞ്ഞത് അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ ഇറങ്ങിയില്ല. എന്നിട്ട് പോകുന്നു ഡാനിനെ പിടിക്കുന്നുണ്ടോ, നനഞ്ഞിട്ട് അവനെ പിടിച്ച് കഴിഞ്ഞാൽ അവന് അത്രയ്ക്കങ്ങനെ ഇഷ്ടാവില്ല. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞത് തിരിച്ച് റൂമിലെത്തി. ഒന്ന് ഫ്രഷായി, രണ്ടാളും ഫ്രഷായി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ഡാനിക്ക് പിന്നെ കളിമൂടായി. അവൻ പിന്നെ കളിച്ചു തുടങ്ങി. അവൻ ആക്ച്വലി ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കാണണം. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല അവൻ. അതൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കിയപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തി. ഫുഡ് നമുക്ക് റൂമിൽ കൊണ്ടു തന്നു. ഫുഡ് ആക്ച്വലി നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ ഒരു ഗാർലിക് ചിക്കനായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ചോക്കൊരു കുട്ടിച്ച് ഗുഡ് മോർണിംഗ്. ഹലോ, അപ്പോൾ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യും, എന്നിട്ട് എങ്ങടേലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങും, അത്രേ ഉള്ളൂ. വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങളപ്പോൾ അങ്ങനെ റെഡിയായി. അങ്ങനെ നമ്മളൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ഗ്രീൻ ബീൻസ് കറി, കടല ഉണ്ടായിരുന്നു, നൂൽപുട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ജ്യൂസും പിന്നെ 2 മുട്ടയും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. ആക്ച്വലി അവരുടെ സർവീസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. കാരണം ഫുഡൊക്കെ ബഫേ മോഡലായിരുന്നു. പക്ഷേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കത് റൂമിൽ കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല ഇനി. അപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് പൈൻ ട്രീസ് കണ്ടത്. അപ്പോൾ നമ്മൾ ആ വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി. വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. വ്യൂ ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിരപ്പള്ളിക്ക് പോയി. അതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ നമ്മൾ താഴെയൊന്നും ഇറങ്ങാൻ നിന്നില്ല. ഡാനീനെയും കൊണ്ട് ആ സ്റ്റെപ്സൊക്കെ ഇറങ്ങി കയറാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. മേലെ നിന്നിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഡാനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അടുത്തുള്ള വേറൊരു വാട്ടർഫോളുണ്ട്, ചാർപ്പ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി. അവിടെ എത്തിയപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങന്മാർ മാത്രമല്ല കേട്ടോ, മനുഷ്യരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നാൽ എനിക്കിത് നല്ല ക്യൂട്ടായിട്ട് തോന്നി. നമ്മൾ വിൻഡോ തുറന്നപ്പോൾ അവിടേക്ക് എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇത് ഈ കാണുന്ന കുരങ്ങൻ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്കുരങ്ങനില്ലേ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ വന്നിട്ട്, ഈ പാവക്കുട്ടീനെ ഞാൻ ആക്ച്വലി അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാങ്ങിയതാണ്, ഈ ആമ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വാങ്ങി. അത് എടുക്കാൻ നോക്കുമായിരുന്നു ആ കുരങ്ങൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ സമയം ഏകദേശം ഉച്ചയായി, 2 മണിക്ക് ആവാറായി. നമുക്ക് വിശന്നൊക്കെ തുടങ്ങിയായിരുന്നു. എനിക്കധികം വിശപ്പ് പിടിച്ചിരിക്കാൻ പറ്റില്ല, കാരണം ഞാനിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണോണ്ട് നമ്മളധികം ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് അതിരപ്പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കടന്ന വഴിക്ക് ചിക്കൻ കണ്ടു. നമ്മളവിടെ കയറി ഡാനീനെ അവിടെ കിടത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചു കിട്ടും. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ബർത്ത്ഡേ ആയിരുന്നു, ഞായറാഴ്ച ആയിരുന്നു, അങ്ങനെ പള്ളിയിലും പോയി. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.